ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കണം എന്ന് എബ്രായ ലേഖനം 11:6 പറയുന്നു. അതായത് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. ഒരിക്കലും ഒരു രാജാവ്, സമ്പന്നനായ ഒരു രാജാവ് രാജ്യം ഭരിക്കുമ്പോൾ ഒരാൾക്ക് അദ്ദേഹത്തെ കാണാൻ ആഗ്രഹമുണ്ടായി. കടത്തിവിട്ടു. രാജസന്നിധിയിൽ വന്നു. അദ്ദേഹം വന്നയാൾ പറഞ്ഞു, രാജാവ്, എനിക്ക് 100 പവൻ സ്വർണം വേണം, എൻ്റെ മോളുടെ വിവാഹത്തിനാണ്. മന്ത്രി ക്ഷുഭിതനായി രാജാവിൻ്റെ അടുക്കൽ വന്ന് അങ്ങനെ ചോദിക്കാമോ എന്ന രീതിയിൽ ആക്രോശിച്ചു. ഉടനെ രാജാവ് പറഞ്ഞു, അവനെ ഒന്നും ചെയ്യണ്ട, അവൻ എന്നെ ആദരിച്ചതാണ്, ഞാൻ സമ്പന്നനാണെന്ന് അവൻ്റെ ചോദ്യത്തിൽ നിന്ന് ലോകമറിയും. അവൻ എന്നെ സമ്പന്നനായി കണ്ടു, അതുകൊണ്ട് അവനത് കൊടുക്കുക. യേശു കർത്താവിൻ്റെ അടുക്കൽ വരുന്നവരും ഇതുപോലെയാണ്. നാം കർത്താവിനെ സമ്പന്നനായി കാണണം, മതിയായവനായി കാണണം. വലിയ കാര്യങ്ങൾ ചോദിക്കണം, വിശ്വാസത്തോടെ ചോദിക്കണം, ഒന്നും സംശയിക്കാതെ ചോദിക്കണം, ലഭിക്കുവോളം ചോദിക്കണം. മുട്ടുന്നേവനും തുറക്കുമെന്നാണ്. മുട്ടി തുറന്ന് എടുക്കണം, വിശ്വസിക്കണം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. 100 പവനാണോ, എത്ര വലിയ കടക്കണിയാണോ, എത്ര വലിയ പ്രശ്നമാണോ, അത് പരിഹരിക്കാൻ യേശു മതിയായവനെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. സ്തോത്രം സ്തോത്രം യേശുവേ, സ്തോത്രത്തിനെന്നും യോഗ്യനേ, സകല നാമം പാടുന്നു ദൈവം പരിശുദ്ധൻ. സ്തോത്രം സ്തോത്രം യേശുവേ, സ്തോത്രത്തിനെന്നും യോഗ്യനേ, സകല നാമം പാടുന്നു ദൈവം പരിശുദ്ധൻ. യേശു പരിശുദ്ധൻ, യേശു പരിശുദ്ധൻ, യേശു പരിശുദ്ധൻ, യേശു പരിശുദ്ധൻ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. പാപഭാരം ചുമന്നതാ ദൈവത്തിൻ കുഞ്ഞാടു നീ, സകല നാമം പാടുന്നു ദൈവം പരിശുദ്ധൻ. പാപഭാരം ചുമന്നതാ ദൈവത്തിൻ കുഞ്ഞാടു നീ, സകല നാമം പാടുന്നു ദൈവം പരിശുദ്ധൻ. യേശു പരിശുദ്ധൻ, യേശു പരിശുദ്ധൻ, യേശു പരിശുദ്ധൻ, യേശു പരിശുദ്ധൻ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ,
സൃഷ്ടികളും വാഴ്ത്തും ഏക ദൈവമേ, സകല നാം പാടുന്നു ദൈവം പരിശുദ്ധൻ. ദൂതരും സർവ സൃഷ്ടികളും വാഴ്ത്തും ഏക ദൈവമേ, സകല നാവും പാടുന്നു ദൈവം പരിശുദ്ധൻ. യേശു പരിശുദ്ധൻ, യേശു പരിശുദ്ധൻ, യേശു പരിശുദ്ധൻ, യേശു പരിശുദ്ധൻ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. യേശു പരിശുദ്ധൻ, 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 യേശു പരിശുദ്ധൻ. യോഹന്നാൻ്റെ സുവിശേഷം തുടരുന്നേ ഉള്ളൂ, 17-ാം അധ്യായം. ഈ തിങ്കളാഴ്ച ഈ പ്രാർത്ഥനയിൽ കടന്നു വന്ന എല്ലാവരെയും യേശു അനുഗ്രഹിക്കട്ടെ. നമുക്ക് തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ ജീസസ് എവരിഡേ എന്ന ഈ അരമണിക്കൂറിൽ താഴെയുള്ള പ്രാർത്ഥനയുണ്ട്. ഇത് നിങ്ങൾക്കൊരു നഷ്ടമല്ല. ദൈവവചനം ധ്യാനിച്ച് വിശ്വാസത്തിൽ ബലപ്പെട്ട് ഓരോ ദിവസവും ജീവനും ചൈതന്യവുമുള്ള ദിവസമായി, വിശ്വാസത്തിൽ കുതിർന്ന ദിവസമായി തീരാൻ ഈ പ്രാർത്ഥന കാരണമാകട്ടെ. യോഹന്നാൻ 17 വരാം. അതിൻ്റെ 14 വരെ നമ്മൾ വായിച്ചു. 14 എങ്ങനെയാണ്? ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായകൊണ്ട് ലോകം അവരെ പകച്ചു. പിതാവേ, ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തു. യേശു നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം വചനം തന്നു. വചനത്തിനകത്ത് എല്ലാം ഉണ്ട്. ഒരൊറ്റ വാക്ക്, ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്ന ഒരൊറ്റ വാക്ക്, അത് വിടുതലാണ്. ആ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കിയേ മതിയാവും. ഇതുപോലെ കേരളത്തിന് ഇത്ര കോടി രൂപ അനുവദിച്ചു എന്ന് പറഞ്ഞാൽ അത് അനുവദിച്ചേ മതിയാവും. ഞാൻ ചുമ്മാ പറഞ്ഞതാണെന്നൊന്നും പറയാൻ പറ്റില്ല, അല്ലേ? ഇതുപോലെ ചില വാക്കുകൾ, ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം ചില വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയിൽ താൻ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ചില വാക്കുകൾ പറഞ്ഞു. ആ വാക്ക് അദ്ദേഹം പാലിക്കണം. അതാണ് ഒരു പ്രസിഡന്റിന്റെ കർത്തവ്യം. സർവശക്തനായ ഈ ഭൂമിയുടെ പ്രപഞ്ചത്തിൻ്റെ പ്രസിഡന്റായ നമ്മുടെ കർത്താവ് പറയുന്ന വാക്കുകൾ അത് അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് യേശു പറഞ്ഞത്, പിതാവേ, ഞാൻ നിന്റെ വചനം അവർക്ക് കൊടുത്തിരിക്കുന്നു. വചനം മാറില്ല, ആ വചനം നിറവേറും. വചനത്തിന് ശക്തിയുണ്ട്. വചനം രൂപാന്തരപ്പെടുത്തും. വചനം സൗഖ്യമാക്കും. വചനം അയച്ച് വിടുവിക്കും. വചനത്തിൻ്റെ ശക്തിയുടെ മുമ്പിൽ ഒരു ശക്തിക്ക് നിൽക്കാൻ കഴിയില്ല. ഏറ്റവും വലിയ നന്മ വചനമാണ്. പിതാവേ, നിന്റെ വചനം ഞാൻ അവർക്ക് കൊടുത്തു. എത്ര വലിയൊരു പദവിയാണ്! ദൈവത്തിൻ്റെ വചനം നമുക്ക് ലഭിച്ചു. അതായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച് അവസാനിപ്പിച്ചത്. 15-ാമത്തെ വാക്യം,
അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. അവർ ലൗകികന്മാരല്ല. ഞാൻ നിന്റെ വചനം അവർക്ക് കൊടുത്തപ്പോൾ അവർ പുതിയ സൃഷ്ടികളായി മാറി. അവരുടെ പഴയത് കഴിഞ്ഞുപോയി. അവർ ലോകക്കാരായിരുന്നു, എന്നാൽ ലോകത്തിൽ നിന്ന് അവർ തിരഞ്ഞെടുക്കപ്പെട്ടു. ഒരു വചനം ക്രിയ ചെയ്യപ്പെട്ടവരാണ്. വചനം മനുഷ്യനെ രണ്ടായി തിരിക്കുന്നു. അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നത്, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തി. എല്ലാവർക്കും വചനം പ്രയോജനമല്ല. രക്ഷിക്കപ്പെടുന്നവർക്ക്, നിത്യജീവനായി നിയമിക്കപ്പെട്ടവർക്ക്, ദൈവത്തിൻ്റെ വിളി അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുമ്പേ ദൈവം കണ്ടവർക്ക്, അല്ലെങ്കിൽ നിത്യജീവനായി നിയമിക്കപ്പെട്ടവർക്ക് ദൈവവചനം ചൈതന്യമാകും. അതുകൊണ്ട് നമ്മൾ ആര് കേട്ടാലും കേട്ടില്ലെങ്കിലും വചനം പറയുക. ആരാണ് പെട്ടെന്ന് രൂപാന്തരപ്പെടുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഏത് മനുഷ്യനെയും രൂപാന്തരപ്പെടുത്തുന്ന ദൈവവചനം ഏത് മനുഷ്യനെ മാറ്റിമറിക്കും. ഏത് തകർന്ന മനുഷ്യനെയും പണിതെടുക്കും. വചനം, ഒരു വചനം ദൈവം തന്നാൽ. DGS ദിനകരൻ തൻ്റെ ഒരു അനുഭവം പങ്കുവെക്കുന്നുണ്ട്. അതെങ്ങനെയാണ്? ഒരിക്കൽ അദ്ദേഹം മുംബൈ പട്ടണത്തിൽ മീറ്റിങ്ങിൽ ക്രൂസൈഡിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ ഒരു ദിവസം ദൈവം കർത്താവ് പറഞ്ഞു, ശങ്കർ എന്നു പേരുള്ള ഒരുവൻ ഇന്ന് ഈ യോഗത്തിൻ്റെ ഒരറ്റത്ത് വന്ന് നിൽക്കും. അവൻ തകർന്നവനാണ്. അവൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. അവൻ മാറാ രോഗിയാണ്. അവൻ സൗഖ്യമാകുമെന്നും അവൻ ഇന്നു മുതൽ ഒരു ഭാവിയുണ്ടെന്നും നീ അവനോട് പറയണം. ശങ്കർ. ഒരു വചനം. DGS ദിനകരന് കർത്താവ് ഒരു വചനം കൊടുത്തു. എന്താണ്? പേരും ആ വ്യക്തിയെക്കുറിച്ചുള്ള കാര്യങ്ങളും. അതൊരു പ്രവചനം കൂടിയായിരുന്നു. അപ്പോൾ തക്ക സമയത്ത് പറയുന്ന വചനം പ്രവചനമാണ്. ചില വചനങ്ങൾ കേൾക്കുമ്പോൾ ജനങ്ങൾ അത് എന്നോടാണെന്ന് പറയും. അതുപോലെ ദൈവവചനം തക്ക സമയത്ത് പറയുന്ന വചനങ്ങൾ പരിശുദ്ധാത്മാവ് പ്രവചനദൂതായി ജനഹൃദയങ്ങളിൽ എത്തിക്കും. അങ്ങനെ ആ ക്രൂസൈഡിൽ താൻ വിളിച്ചു പറഞ്ഞു, ശങ്കർ എന്നു പേരുള്ള ഒരാൾ ഈ മീറ്റിങ്ങിൽ ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ വളരെ തകർന്നവനാണ്. അവനൊരു മാറാവ്യാധി, വർഷങ്ങൾ പഴക്കമുള്ള, ഏകദേശം 28 വർഷം പഴക്കമുള്ള ഒരു ശ്വാസം മുട്ടൽ അവനുണ്ട്. അതവനെ വളരെയധികം തകർക്കുന്നു. അവനൊന്നും ചെയ്യാൻ കഴിവില്ല. എന്നാൽ യേശു നിന്നെ സൗഖ്യമാക്കുന്നു. നീ ആത്മഹത്യ ചെയ്യേണ്ട, യേശു നിന്നെ വിടുവിക്കുന്നു. ആ വചനമാണ് കർത്താവ് DGS ദിനകരന് രാവിലെ പ്രാർത്ഥിച്ചപ്പോൾ കൊടുത്തത്. അപ്പോൾ ഇതുപോലെ നമുക്കും കർത്താവ്, ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും ഓരോ ദിവസത്തെ പ്രാർത്ഥനാ മുറിയിൽ കർത്താവ് ഒരു കാര്യം തന്നാൽ അതിനുള്ള വ്യക്തികളെയും നമ്മുടെ മുമ്പിൽ കർത്താവ് ഒരുക്കും. ഓരോ ദിവസത്തേക്ക് ഓരോ വാക്കുകൾ ദൈവം തരും. ചില പേരുകൾ തരും. ചില വ്യക്തികളെക്കുറിച്ച് പ്രാർത്ഥിക്കാനായിരിക്കും. ആ വ്യക്തിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ തരും. എന്താണ് കർത്താവ് തരുന്നതെന്ന് നമുക്കറിയില്ല. അതെല്ലാം കർത്താവ് കാണിച്ചു തരും. അങ്ങനെ അന്ന് ശങ്കർന്ന് വിളിച്ചിട്ട് ശങ്കർ മുന്നോട്ട് വന്നില്ല. പിറ്റേ ദിവസം രാവിലെ ഒരു മീറ്റിങ്ങിൽ ഈ ശങ്കർ സ്റ്റേജിൻ്റെ അടുത്ത് വന്നു. ശങ്കറിനെ ആരും സ്റ്റേജിൽ കയറ്റത്തില്ല. കാരണം ഒന്ന്, അദ്ദേഹത്തെക്കാൾ വലിയ ഒരു ഡ്രസ്സ്, ഒരു മഴക്കോട്ട് പോലത്തെ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഒരാൾ സ്റ്റേജിൽ എങ്ങനെ കയറും? എങ്കിലും അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് കയറ്റാൻ DGS ദിനകരൻ പറഞ്ഞു. ഈ വന്നയാൾ പറഞ്ഞു, ഞാനാണ് ആ ശങ്കർ, ഇന്നലെ രാത്രി വിളിച്ചു പറഞ്ഞ ശങ്കർ. ഇന്നലെ രാത്രി 28 വർഷം പഴക്കമുള്ള എൻ്റെ ആസ്മ രോഗം സൗഖ്യമായി. ഇന്നലെ ഞാൻ ഓടി വരണമെന്ന് ആഗ്രഹിച്ചു. എന്നാൽ എനിക്ക് നല്ല വസ്ത്രമില്ലായിരുന്നു. എനിക്ക് അരയ്ക്ക് മുകളിലേക്ക് വസ്ത്രമില്ലായിരുന്നു. ഞാൻ എൻ്റെ അമ്മാവൻ്റെ ഡ്രസ്സ് വാങ്ങി ഇട്ടേച്ചാണ് വരുന്നത്. എനിക്ക് സ്വന്തം ഡ്രസ്സ് പോലുമില്ല. ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ മരിക്കാനിരുന്നതാണ്. ദാരിദ്ര്യം, മാറാവ്യാധി. എന്നാൽ യേശു എന്നെ സൗഖ്യമാക്കി. എനിക്ക് ജീവിക്കണം, യേശുവിന് വേണ്ടി ജീവിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു വചനം.
ഇതുപോലെ നമ്മുടെ വായിൽ കിട്ടുന്ന ഒരൊറ്റ വാക്ക് മരിക്കാൻ പോകുന്ന ഒരു വ്യക്തിക്ക് വിടുതലാകും. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഹെവൻലി പീസിൽ തോമസ് ഊട്ടിബാറിൻ്റെ ഒരു പാട്ട് അദ്ദേഹം ചർച്ചിൽ വന്ന് പാടി. നല്ലതേ വരികയുള്ളൂ, എന്ത് പ്രശ്നം വന്നാലും ഏത് വന്നാലും നല്ലതേ വരികയുള്ളൂ, എല്ലാം നന്മയായി തീരും. അതാണ് ആ പാട്ടിൻ്റെ അർത്ഥം. അങ്ങനെ ആ പാട്ടിൻ്റെ ബാക്കി വരികൾ ഞാൻ ചേർത്തെഴുതി ഒരു CD ഇറക്കി. രോഗം വന്നാലും ക്ഷീണം വന്നാലും നന്മയേ വരികയുള്ളൂ, പിന്നെ ജപ്തി വന്നാലും കയ്യിലുള്ള സ്വത്തൊക്കെ പോയാലും നല്ലതേ വരികയുള്ളൂ. ഈ പാട്ട് ഒരിക്കൽ ഡൽഹിയിലുള്ള കെ ജോയ് എന്ന ദേവദാസൻ പള്ളിത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രസംഗിക്കാൻ വരണം. അന്ന് വൈകിട്ട് ഒരു 4 മണിയായപ്പോൾ, 6 മണിക്കാണ് അദ്ദേഹം വരേണ്ടത്, 4 മണിയായപ്പോൾ സംഘാടകർ വിളിച്ചു പറഞ്ഞു, ഡൽഹിയിൽ ഭയങ്കര മൂടൽമഞ്ഞായതുകൊണ്ട് കെ ജോയ് പാസ്റ്റർ വരാൻ കഴിയില്ല, ജോഷി പാസ്റ്റർ ഒന്ന് ഓടി വന്ന് പകരം പ്രസംഗിക്കാമോ? ഞാൻ അങ്ങനെ പള്ളിത്തോട് ആ വലിയ കൺവെൻഷന് കടൽ തീരത്തോട് ചേർന്നാണ് അവിടെ പ്രസംഗിക്കാൻ ചെന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ ഈ പാട്ട് പാടി. ഞാൻ പോകുന്നിടത്തെല്ലാം നല്ലതേ വരികയുള്ളൂ നിനക്ക്, നല്ലതേ 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 വരികയുള്ളൂ. അപ്പം ഈ പാട്ട് എവിടെ പോയാലും പാടും. ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ പാട്ട് അങ്ങോട്ട് ആദ്യം പാടി. ഈ പാട്ട് പാടലും ഒരാൾ കൂടി സ്റ്റേജിൽ കയറി. ജപ്തി വന്നാലും സ്വത്ത് പോയാലും നല്ലതേ വരികയുള്ളൂ. സാമ്പത്തികമായിട്ട് തകർന്ന് ഒരുവൻ ആത്മഹത്യ ചെയ്യാൻ കടലിൽ ചാകാൻ പോകുന്ന വഴിയായിരുന്നു, റോഡ് സൈഡിലായിരുന്നു ഈ പ്രാർത്ഥന. അദ്ദേഹം ഓടി സ്റ്റേജിൽ കയറി എന്നിട്ട് പറഞ്ഞു, ഞാൻ ആത്മഹത്യക്ക് പോയ ആളാണ്, ഈ പാട്ട് എന്ത് പ്രശ്നം വന്നാലും യേശു എനിക്ക് നന്മയാക്കി തീർക്കുമെന്ന് ഉള്ള ആ പാട്ട് എൻ്റെ ജീവിതത്തെ തൊട്ടു. ചില സമയത്ത് ഒരു പാട്ടായിരിക്കും, ചില സമയത്ത് ഒരു വചനമായിരിക്കും, ബൈബിളിലെ ഒരു വാക്കായിരിക്കും, ചില സമയത്ത് നമ്മൾ പറയുന്ന ഒരു കഥയായിരിക്കും, ചില സമയത്ത് നമ്മൾ പറയുന്ന ഒരു ഉദാഹരണമായിരിക്കും, ചില സമയത്ത് നമ്മൾ പറയുന്ന ഒരു തമാശയായിരിക്കും, അല്ലെങ്കിൽ ആ യോഗത്തിൽ വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു ദൈവദാസൻ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചപ്പോൾ അതിൽ പറഞ്ഞ ഒരു വാക്കായിരിക്കും. ഏതെങ്കിലും ഒരു വാക്ക് നമുക്ക് വേണ്ടി ഉണ്ടാകും. പലപ്പോഴും പലയിടത്തും പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ ഞാൻ ഓർക്കും, കർത്താവ് ഇന്ന് എവിടെ എന്താണ് പ്രസംഗിക്കേണ്ടത്? അങ്ങനെ നിൽക്കുമ്പോൾ ആ വർഷിപ്പ് ലീഡ് ചെയ്യുന്ന വ്യക്തി ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന പ്രസംഗത്തിൻ്റെ ഏതെങ്കിലും ഒരു വേർഡ് വളരെ വ്യക്തമായിട്ട് പറയും, എനിക്കുറപ്പായി ഇതാണ് ഇന്ന് ഞാനിവിടെ പ്രസംഗിക്കേണ്ടത്. അപ്പോൾ ദൈവം നമുക്കൊരു ഉറപ്പ് തരും, അതിനുള്ളൊരു വ്യക്തിയെ അതിനായി ഒരുക്കും. ആരുടെയെങ്കിലും വായിൽ അത് ഒരുക്കും, അല്ലെങ്കിൽ ഒരു സ്വപ്നം, അല്ലെങ്കിൽ ഒരു വെളിപ്പാട്, എന്തെങ്കിലുമായിട്ട് കാര്യങ്ങൾ ദൈവം നമുക്കായിട്ട് ഒരുക്കും. ഒരു വചനം, ഏതെങ്കിലും ഒരു കാര്യം ആരോടെങ്കിലും കർത്താവ് പറയും. ഈ ദിവസങ്ങളിൽ ദൈവത്തിൽ നിന്ന് ഒരു വചനം, മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളൊരു വചനം നാം ഇരുന്ന് പ്രാപിക്കണം. അത് എത്രയോ പേരുടെ മരണം മാറ്റിക്കളയും, എത്രയോ പേരുടെ നരകം മാറ്റിക്കളയും, എത്രയോ കുടുംബങ്ങൾ രക്ഷപ്പെടും. ഒരു കുടുംബനാഥൻ രക്ഷപ്പെട്ടാൽ ആ കുടുംബമാണ് രക്ഷപ്പെടുന്നത്. കുടുംബനാഥന്മാർ മദ്യപാനത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും പാപ സ്വഭാവത്തിൽ നിന്നും രക്ഷപ്പെടുമ്പോൾ നമ്മളൊരു കുടുംബത്തെയാണ് രക്ഷിക്കുന്നത്. ദൈവം കുടുംബങ്ങളെ സ്നേഹിക്കുന്നു. ദൈവം കുടുംബങ്ങളുടെ കർത്താവാണ്. മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല, തക്കതായൊരു തുണയെ കൊടുക്കുമെന്ന് പറഞ്ഞ് ആദാമിനെ ഉറക്കി അവൻ്റെ വാരിയലിൽ നിന്ന് ഒരു സ്ത്രീയെ ഉണ്ടാക്കി ആദാമിന് കൊടുത്തു. എന്നിട്ട് അവർക്ക് ആദാം എന്ന് പേരിട്ടത്. രണ്ടുപേരും ഒന്നാണ്, രണ്ടല്ല. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുതെന്ന് ദൈവം ഈ രണ്ടുപേരെയും ഒരാളെ രണ്ടാക്കിയപ്പോഴേ പറഞ്ഞു. മനുഷ്യർ എന്ന് പറയുന്ന ഒരു സംഭവം അന്നില്ല. അന്നേ പറഞ്ഞു മനുഷ്യരുണ്ടാകും, എന്നാൽ എൻ്റെ പദ്ധതികളിൽ നിന്ന് ഇവരെ മാറ്റരുത്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടമാണ് എന്ത്? ഫാമിലി. ഒരു കുടുംബം രക്ഷപ്പെടാൻ ഒരു വചനം മതി. യേശു അന്ന് സന്ധ്യയായപ്പോൾ അക്കരയ്ക്ക് പോക എന്ന് പറഞ്ഞു. അതാണ് നമ്മൾ
മർക്കോസ് 5 ഒക്കെ കാണുന്നത്. അവരക്കരെ എത്തി. 4 ഒടുവിൽ അക്കരയ്ക്ക് പോകുന്നു. മർക്കോസ് 5 അക്കരെ എത്തി. ഒരു ഭൂതം ബാധിച്ച മനുഷ്യന്റെ അടുക്കൽ ചെന്നു. അവനിലുള്ള ഭൂതത്തോട് പുറത്തു പോകാൻ പറഞ്ഞു. ചില വാക്കുകൾ, തക്ക സമയത്ത് പറഞ്ഞ വാക്കുകൾ അവനെ വിടുവിച്ചു. അവൻ്റെ പാർപ്പ് കല്ലറയിലായിരുന്നു. 6000 തൊട്ട് 8000 വരുന്ന ഒരു പിശാചിൻ്റെ സംഖ്യ, ലെഗിയോൻ എന്ന ഒരു പിശാചുക്കളുടെ കൂട്ടം ഇവനിലുണ്ടായിരുന്നു. ഞങ്ങൾ പലരാകുന്നു എന്ന് പറയത്തക്ക രീതിയിൽ ഭീകരമായ പൈശാചിക ശക്തികളായിരുന്നു. എന്നാൽ യേശു ആ ഭൂതങ്ങളോട് പറഞ്ഞു, പുറത്തു പോകാൻ പറഞ്ഞു. അവൻ സുബോധമുള്ളവനായി വസ്ത്രം ധരിച്ചു യേശുവിൻ്റെ കാൽക്കലിരുന്നു. എന്നിട്ട് അവൻ പറഞ്ഞു, കർത്താവ് എന്നെയും കർത്താവ് പോകുന്നിടത്ത് കൊണ്ടുപോകണേ. കർത്താവ് പറഞ്ഞു, വേണ്ട, നീ വീട്ടിൽ പോകണം. നിന്റെ വീട്ടുകാർക്ക് നിന്നെ നഷ്ടപ്പെട്ടു. നിന്റെ കുടുംബത്തിൽ നീ അന്യനായിപ്പോയി. നിന്റെ ഭാര്യ, നിന്റെ മക്കൾ, നിന്റെ പ്രിയപ്പെട്ടവർ എല്ലാം തകർന്നിരിക്കുകയാണ്. നീ പാർക്കുന്ന കല്ലറയിലാണ്. നിന്റെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോലും പോകാൻ പറ്റുന്നില്ല. എൻ്റെ ഭാവനയെ പറയുകയാണ്. നിന്റെ ഭാര്യയ്ക്ക് വെളിയിലിറങ്ങാൻ പറ്റുന്നില്ല. എൻ്റെ ഭർത്താവ് ഒരു ഭ്രാന്തനാണ്, വഴിയിൽ കിടക്കുന്നവനാണ്, കല്ലറയിൽ കിടക്കുന്നവനാണ്, മനുഷ്യരെ ഉപദ്രവിക്കുന്നവനാണ്. നീ തിരിച്ചു ചെല്ലണം. നീ വസ്ത്രം ധരിച്ച് തിരിച്ചു ചെല്ലണം. ഇതാണ് കർത്താവ്, വീടുകളെ പണിയുന്നൊരു കർത്താവ്. വചനം എന്തിനാണ്? വീടുകളെ പണിയും. ഒരു കുടുംബനാഥനെ രക്ഷപ്പെടുത്തിയാൽ 38 വർഷമായിട്ട് കിടക്കയിൽ കിടക്കുന്ന ഒരുവനെ കർത്താവ് പറഞ്ഞു, നീ എഴുന്നേറ്റ് കിടക്കെടുത്ത് പോ, വീട്ടിലോട്ട് പോയി. കർത്താവ് എല്ലാവരെയും വീട്ടിലേക്ക് വിടുകയാണ്. കുടുംബം പണിയുന്ന കർത്താവ്. നമ്മുടെ വീട് ഏറ്റവും ഐശ്വര്യമുള്ളതാകണമെന്ന്, നമ്മുടെ കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹമാകണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവാണ്. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. വചനം പറയാൻ നാം തക്ക സമയത്ത് പറയേണ്ട വചനങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചാൽ അനേക വീടുകളെ വീടാക്കി മാറ്റാൻ, യഥാർത്ഥ സ്വർഗീയ വീടാക്കാൻ നമുക്ക് കഴിയും. യേശു ചെയ്തതുപോലെ ചെയ്യാൻ നമുക്കും കർത്താവ് കൃപ തരട്ടെ. പ്രാർത്ഥിക്കാം. യേശുവേ, നന്ദി. വചനം കൊണ്ട് നിറക്കണമേ. അങ്ങയുടെ തിരുവെഴുത്തുകളിലെ ഓരോ ആലോചനകളും തക്ക സമയത്ത് ഇരുന്ന് ഓരോ പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും രാത്രികളിലും പ്രാപിച്ച് ഞങ്ങളുടെ മുൻപിൽ വരുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ പോകുന്നിടത്ത് ഞങ്ങളെ ശ്രദ്ധിക്കുന്നവർക്ക് ഒരു വചനം കൊടുക്കുവാൻ, അത് അവരുടെ വീടിനെ, ജീവിതത്തെ ആടിമുടി മാറ്റുന്നതായി തീരുവാൻ ഇടയാക്കണം. ഞങ്ങളുടെ വായിൽ അതുപോലെയുള്ള വാക്കുകളെ തരണമേ. ദർശനത്തിലും സ്വപ്നത്തിലും പ്രാർത്ഥനാ മുറിയിലും ഒക്കെയും അവിടെ നിന്ന് ഞങ്ങൾക്ക് അതുപോലെ ചില അനുഭവങ്ങൾ തരണം. ഇത് കേൾക്കുന്നവർക്കെല്ലാം ഈ അനുഭവം ഉണ്ടാകണം. ഒരു പ്രോഫറ്റിക്കൽ വേർഡ് അവരുടെ വായിൽ വരട്ടെ. മക്കളെ അനുഗ്രഹിക്കണം. അനേക തകർന്ന കുടുംബങ്ങൾക്ക് ഈ മക്കളൊരു വിടുതലാകട്ടെ. സൗഖ്യങ്ങൾ ഇവരിലൂടെ നടക്കട്ടെ. പോകുന്നിടത്തെല്ലാം ജയമുണ്ടാകട്ടെ. ഇത് കേൾക്കുന്നവരെല്ലാം യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ശരീരങ്ങൾക്ക് വിടുതലുണ്ടാകട്ടെ. മാനസിക വിടുതലുണ്ടാകട്ടെ. സാമ്പത്തികമായി വാതിലുകൾ തുറക്കണമേ. അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ. ആമേൻ. ഈ കേട്ട വചനം നിമിത്തം നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, ശുദ്ധിയുള്ളവരാണ്, ശക്തരാണ്. നാം കർത്താവിന് വേണ്ടി വളരെയധികം ഫലം കായ്ക്കുന്ന വർഷമാണ് ഈ വർഷം. അതുകൊണ്ട് ഈ മാസത്തിൻ്റെ ഒടുവിലത്തെ ദിനങ്ങളിൽ, ഈ മാസം ജനുവരി മാസം തീരുന്നതിനുള്ളിൽ വലിയ ദൈവപ്രവർത്തികൾ നമ്മുടെ വായിലൂടെ പുറപ്പെടട്ടെ. നമുക്കും പറയാം, എന്താണ്? കർത്താവേ, ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു. വചനം, അതാണ് ഇന്ന് ഒന്നുകൂടി നമ്മൾ ആവർത്തിച്ചത്. വചനം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ. സൗഖ്യം അതിലൂടെ പുറപ്പെടട്ടെ. കൃപകൾ അതിലൂടെ പുറപ്പെടട്ടെ. നമ്മൾ പറയുന്ന ഓരോ വാക്കിലും ജീവനും സമൃദ്ധിയായ ജീവനുമുണ്ട്. ഓരോ കുടുംബങ്ങളെയും ദൈവത്തിൽ നിന്നുള്ള വചനം കൊണ്ട് പണിതെടുക്കാൻ ദൈവം നമ്മെ സഹായിക്കും. ഗോഡ് ബ്ലെസ് യു. നാളെ നമുക്ക് ഒരുമിച്ച് കാണാം.